ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഓ ഗോൾഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പായ ഓ ഗോൾഡ് വാളറ്റ്. അപ്പം എനിക്കറിയാവുന്ന കുറേ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ നമുക്ക് ഗോൾഡ് വാങ്ങാം, എങ്ങനെ നമുക്ക് ഗോൾഡ് വിൽക്കാം, എങ്ങനെ സിൽവർ നമുക്ക് വാങ്ങാൻ പറ്റും, എങ്ങനെ സിൽവർ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്കൊന്നൊരു കമൻറ്റാണ്, അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഗോൾഡ് ലീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വാങ്ങിച്ച ഗോൾഡ്, സ്വർണം ലീസിന് കൊടുക്കാം. ലീസിന് കൊടുക്കുക എന്ന് വെച്ചാൽ പാട്ടത്തിന് കൊടുക്കുക എന്നാണ്. അതായത് നമ്മൾ ഗോൾഡ് വാളറ്റിൽ ഉള്ള നമ്മുടെ ഗോൾഡ് നമ്മൾ ലീസിന് കൊടുക്കുക, അതായത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുക. നമ്മൾ ഓ ഗോൾഡിൽ വാങ്ങിച്ച, അതായത് ഓ ഗോൾഡ് വാളറ്റിലുള്ള നമ്മുടെ ഗോൾഡ് ലീസിന് കൊടുക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 0.1 ഗ്രാം ഔൺസ് ഗോൾഡ് തൊട്ട് നമുക്ക് ഇതോട്ട് ലീസിന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലീസിന് കൊടുക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇയർലി 16% വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അതിനകത്തിൽ 11% എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ റേറ്റിലുള്ള വർധനം അനുസരിച്ചിട്ട്, ഗോൾഡിൻ്റെ വില ഒരു വർഷത്തിനുള്ളിൽ എത്ര കൂടുന്നോ അതനുസരിച്ച് നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടും. പിന്നെ 2.5% മുതൽ 5% വരെ ലീസ് റിട്ടേൺ, അതായത് ഈ ഒരു നമുക്ക് പ്രോഫിറ്റ് ഈ ഒരു ആപ്പിൻ്റെ ഇത് വെച്ചിട്ട്, അതൊരു സ്ഥിര വരുമാനമായിരിക്കും. അത് ഡെയിലി നമ്മുടെ ആപ്പിൽ, നമ്മുടെ വാളറ്റിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഡെയിലി നമുക്ക് എത്രയാണോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്, അതനുസരിച്ചിട്ട് നമ്മുടെ വാളറ്റിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അതായത് ഇത് എപ്പോഴാണ് നമുക്ക് ഈ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ഗോൾഡ് നമ്മുടെ വാളറ്റിലുള്ള ഗോൾഡിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് എപ്പം തൊട്ട് അതിൻ്റെ പ്രോഫിറ്റ് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ട് അടുത്ത ദിവസം നമ്മൾ ഇന്ന് ഗോൾഡ് ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ രാത്രി 12 മണി കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് അതിൻ്റെ പ്രോഫിറ്റ് ക്രെഡിറ്റ് ആയിരിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഇൻഷുറൻസ്, നമ്മൾ ഈ കൊടുക്കുന്ന ഗോൾഡ് എന്ന് പറയുന്നത്, നമ്മൾ സേവ് ചെയ്യുന്ന ഗോൾഡ് എന്ന് പറയുന്നത് എല്ലാം ഇൻഷുറൻസിൽ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പേടിക്കേണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം DMCC നിയന്ത്രിത വോൾട്ടിലാണ് ഇതെല്ലാം സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾഡിനെ പറ്റി പേടിക്കേണ്ടെന്നാണ് അവർ അവരുടെ ന്യൂസ് ചാനലിലും അതുപോലെ തന്നെ അവരുടെ ആപ്പിൻ്റെ വെബ്സൈറ്റിലും പറയുന്നത്. പിന്നെ ഇതിനകത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ലീസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രീമിയം ഉണ്ട്, ഒന്ന് നോർമലും ഉണ്ട്. പ്രീമിയത്തിന് മന്ത്ലി 40 ദിറംസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇനി പ്രീമിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2.5 മുതൽ 5% വരെയാണ് നമുക്കതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നത്. അതായത് ഗോൾഡായിട്ടായിരിക്കും നമുക്ക് എപ്പോഴും റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഫ്രീ പ്ലാൻ ആണെങ്കിൽ, നമുക്ക് ഫ്രീ പ്ലാനും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിനകത്ത് ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും, 1.5 മുതൽ 2.5% വരെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടും. അതായത് നമുക്കതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. അപ്പം ഫ്രീ പ്ലാനിലാണെങ്കിൽ 2.5 മാക്സിമം കിട്ടും. പെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 5% നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് അപ്രീസിയേഷൻ 11% രണ്ടിനും കിട്ടുന്നത്. അതായത് ഗോൾഡിൻ്റെ വില കൂടുന്നതിന് അനുസരിച്ചിട്ടുള്ള എമൗണ്ട്, അതാണ് 11%. അത് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അത് ഫ്രീ ആണെങ്കിലും അതുപോലെ തന്നെ പെയ്ഡ് പ്ലാൻ, അതായത് അവരുടെ പ്രീമിയം പ്ലാൻ ആണെങ്കിലും ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നതനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്തിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ക്രെഡിറ്റ് ആവും. അത് ഗോൾഡിൻ്റെ രൂപത്തിലായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. ആദ്യത്തെ 3 മാസം പ്രീമിയം പ്ലാൻ ആക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രീമിയത്തിൽ നമുക്ക് 40 ദിറംസ് അടച്ചിട്ട് തുടരാം. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഫ്രീ പ്ലാനിൽ കണ്ടിന്യൂ ചെയ്യാം. ഫ്രീ പ്ലാൻ ആകുമ്പോഴത്തേക്കുള്ള അപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറവായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 3 മാസം നമുക്ക് ട്രയൽ ഫ്രീ ആയിരിക്കും. എങ്ങനെയാണ് ഈ ലീസ് എടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം നമുക്ക് ഈ ഓ ഗോൾഡിൻ്റെ ആപ്പ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ലീസ് ഓപ്ഷന് താഴെ തന്നെ ഒരു കാണിക്കും. ലീസ് എന്ന് പറയുന്നത് പുതിയൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലീസ് വാല്യൂ എന്ന് പറയും. ഇപ്പോൾ ഈ 1 ഗ്രാം എന്ന് മുകളിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ലീസിന് കൊടുത്താണ് 1 ഗ്രാം ഗോൾഡ്. അപ്പോൾ അതിനകത്ത് നമുക്കിനി ലീസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ എമൗണ്ട് നമുക്ക് എത്ര കിട്ടുമെന്ന് അതിനകത്തൊരു കാൽക്കുലേറ്റ് യുവർ റിട്ടേൺസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്തിൽ നമ്മൾ എത്ര ഗ്രാം ഗോൾഡ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അതിൻ്റെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 1-ാം വർഷത്തെ, 3-ാം വർഷത്തെ, 5-ാം വർഷത്തെ എന്ന് അവർ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം 1 ഗ്രാം ഞാനൊന്ന് കൊടുത്തു നോക്കാം. 1 ഗ്രാം ഞാൻ ഇതിനകത്ത് ലീസിന് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന റിട്ടേൺസ്, ഏണിങ്സ് എന്ന് പറയുന്നത് 66 ദിറംസ് അടുത്താണ്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന 397 ആണ്. പക്ഷേ എനിക്ക് കിട്ടുന്ന ഏണിങ്സ് മൊത്തം എത്രയാണ്? 230 അത്രയും നമുക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതെങ്കിൽ അതിൽ മാറ്റി കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്കൊന്ന് ഇത് ജസ്റ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷനാണ്. അതിനകത്ത് നിങ്ങൾ 1 ഗ്രാമോ 2 ഗ്രാമോ 3 ഗ്രാമോ കൊടുത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നോക്കിയാൽ നമ്മുടെ റിട്ടേൺസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ലീസിന് കൊടുക്കുന്നതെന്നൂടെ ഒന്ന് നോക്കാം.
ഈ ഒരു പേജിന് താഴെ തന്നെ ഹൗ മച്ച് ഡു യു വാണ്ട് ടു ഇൻവെസ്റ്റ്, അതായത് നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് എത്ര ഗ്രാം ഗോൾഡോ നമുക്കതിനകത്ത് കൊടുക്കാം. 1 ഗ്രാം തൊട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ വാളറ്റിനകത്ത് എത്ര ഗ്രാം ഗോൾഡ് ഉണ്ടോ അത്രയും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ 1 ഗ്രാമാണ് കൊടുത്തത്. അത് കൊടുത്തിട്ട് നേരെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അടുത്ത് കാണിക്കുന്ന ലീസ് ഗോൾഡ് ആണ്. അങ്ങനെ ലീസ് ഗോൾഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പം 1 ഗ്രാമാണ് കൊടുത്തെങ്കിൽ ആ 1 ഗ്രാം ലീസിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഇതിനകത്ത് ലീസ് ഗോൾഡ് കൊടുക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ കൊടുത്ത ട്രാൻസാക്ഷൻ നടത്തിയത് കാണിച്ചു തരാം. ഈ ലീസ് എന്നുള്ളതിനകത്ത് ഞാൻ കൊടുത്ത 1 ഗ്രാമിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഡെയിലി റിട്ടേൺസ് ഉണ്ട്. ഞാൻ കൊടുത്തത് ഡെയിലി എനിക്ക് കിട്ടുന്ന റിട്ടേൺസ്. അപ്പോൾ ഇതാണ് ഗോൾഡ് ലീസ് ചെയ്യുന്ന ഒരു രീതി. ലീസ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് അവിടുന്ന് റീക്ലെയിം, നമ്മൾ ലീസ് ചെയ്ത ഗോൾഡ് തിരിച്ച് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഓഗോൾഡ് ഡിജിറ്റൽ വാളറ്റിൻ്റെ ലീസ് ഗോൾഡ് എന്നൊരു ഓപ്ഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം. പിന്നെ നിങ്ങൾ ലീസ് ഗോൾഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൽ, ഓഗോൾഡിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അവർ ഫുൾ ടൈം അവൈലബിൾ ആണ്, അവരുടെ വാട്സപ്പിൽ അവൈലബിൾ ആണ്. അവർക്ക് കോൾ ചെയ്യാൻ പറ്റും. മോർണിംഗ് 10 to 6 o'clock വരെ, ഈവനിങ് 5 o'clock വരെ അവരെ കോൾ ചെയ്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഒത്തിരി ഗോൾഡും കയറ്റി ചെയ്യരുത്, മനസ്സിലായി. ഇതെന്ന് പറഞ്ഞാൽ UAE റെഗുലേറ്റഡ് ആപ്പ് തന്നെയാണ് ഓഗോൾഡ്, എമറാത്തി ആപ്പാണ്. അതുകൊണ്ട് തന്നെ ഫുൾ സേഫ് ആയിരിക്കും. ഒരു പറ്റിപ്പൊന്നും ഇതിലുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഒത്തിരി ഗോൾഡ് ഇതിൽ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം അവരെ കോൺടാക്ട് ചെയ്തിട്ട് കസ്റ്റമർ കെയറിനോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഗോൾഡ് ആയതുകൊണ്ട് തന്നെ, ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ കമൻസ് ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യുക. ബൈ.